നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. സീറ്റ് ആവശ്യത്തിൽ നിന്നും RSP പിന്നോട്ട് പോയ സാഹചര്യത്തിലാണ് തീരുമാനം. മട്ടന്നൂരിൽ കോൺഗ്രസ് നേതാക്കളായ രാജീവ് എളയാവൂർ, ചന്ദ്രൻ തില്ലങ്കേരി, ഫർസീൻ മജീദ് എന്നിവർക്കാണ് സാധ്യത. മട്ടന്നൂർ സീറ്റിന് പകരം ചാത്തന്നൂരോ ചടയമംഗലമോ നൽകണമെന്ന് RSP ആവശ്യപ്പെട്ടു. നിഖിൽ അളവൂർ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഈ മട്ടന്നൂർ ഇത്തവണ ഘടകകക്ഷികൾക്ക് നൽകരുത് എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ, പ്രത്യേകിച്ച് പ്രാദേശിക ഘടകങ്ങൾക്കുള്ളിൽ തന്നെ നേരത്തെ തന്നെ ഒരു അഭിപ്രായം ഉയർന്നിരുന്നു. ആ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആരൊക്കെയാണ് പരിഗണനയിലുള്ളത്? നീക്കങ്ങൾ എങ്ങനെയാണ്, നിഖിൽ? സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ട എന്ന് പറയാവുന്ന മണ്ഡലമാണ് കണ്ണൂരിലെ മട്ടന്നൂർ. അവിടെ EP ജയരാജൻ മത്സരിച്ചപ്പോൾ 40,000-ലേറെ വോട്ടുകൾക്ക് വിജയിക്കുന്നു. ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KK ശൈലജ ടീച്ചർ മത്സരിച്ച് ജയിക്കുന്നത് 60,963 എന്ന് പറയുന്ന സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ്. ആ നിലയ്ക്ക് ഇടതുപക്ഷത്തിന് വലിയ ശക്തിയുള്ള മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കാൻ ഇല്ല എന്ന് RSP UDF നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്നതിന്റെ കണക്കൊപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായി തങ്ങൾക്ക് ആ സീറ്റ് വേണ്ട എന്നൊരു നിലപാടാണ് RSPക്കുള്ളത്. പകരം കൊല്ലം ജില്ലയിലെ ചടയമംഗലമോ ചാത്തന്നൂരോ RSP ആവശ്യപ്പെട്ടു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ സീറ്റ് വെച്ച് മാറുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മട്ടന്നൂരിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ മട്ടന്നൂരിൽ CPIM-ഉം കോൺഗ്രസും മുഖാമുഖം വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കും ഇത്തവണത്തേത് എന്നതാണ് ഇതുവരെയുള്ള സാഹചര്യം വെച്ച് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ സേതു പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം ഈ ഘടകകക്ഷികൾക്ക് നൽകുന്നതിന് പകരം കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ മട്ടന്നൂരിൽ മത്സരിക്കുകയാണെങ്കിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാം, മികച്ച പ്രകടനം കാഴ്ചവെക്കാം എന്നൊരു കാര്യം ആ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവിടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉൾപ്പെടെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും 3 പേരുകൾ കോൺഗ്രസ് മട്ടന്നൂരിൽ മത്സരിക്കുകയാണെങ്കിൽ പ്രധാനമായും 3 പേരുകളാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. അതിലൊന്ന് രാജീവൻ എളയാവൂരാണ്, മറ്റൊന്ന് ചന്ദ്രൻ തില്ലങ്കേരിയാണ്. ഒപ്പം തന്നെ യുവ നേതാവായ ഫർസീൻ മജീദിന്റെ പേര് കൂടി സജീവമായി തന്നെ പരിഗണനയിലുണ്ട്. രാജീവൻ എളയാവൂരാണെങ്കിൽ KC വേണുഗോപാലുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നേതാവാണ്. KC വേണുഗോപാലിന്റെ വിശ്വസ്തനായ നേതാവാണ് രാജീവൻ എളയാവൂർ. ആ നിലയ്ക്ക് രാജീവൻ എളയാവൂരിന് സാധ്യത വർദ്ധിക്കുന്നുണ്ട്. ചന്ദ്രൻ തില്ലങ്കേരിയാണെങ്കിൽ അദ്ദേഹം KPCCയുടെ നേതാവായി എത്തുന്നു. മാത്രമല്ല പ്രാദേശികമായി ചന്ദ്രൻ തില്ലങ്കേരിക്ക് വലിയ സ്വാധീനം ഈ മട്ടന്നൂർ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നത്. ആ നിലയ്ക്ക് ചന്ദ്രൻ തില്ലങ്കേരി മത്സരിച്ചാൽ മികച്ച പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാനാവും എന്നൊരു വിശ്വാസമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രാദേശികമായി ഉള്ളത്. മറ്റൊന്ന് ഫർസീൻ മജീദാണ്. ഫർസീൻ മജീദ് കോൺഗ്രസിന്റെ യുവ നേതാവ് എന്ന നിലയിൽ വളരെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. പ്രാദേശികമായി മാത്രമല്ല, നമുക്ക് അറിയാവുന്നതാണ് വിമാനത്തിനകത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതുൾപ്പെടെയുള്ള പ്രതിഷേധ സമരങ്ങളിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു യുവ നേതാവാണ്. മാത്രമല്ല കണ്ണൂരിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെ പ്രതിഷേധങ്ങളിലും സമരങ്ങളിലും എല്ലാം തന്നെ മുൻനിരയിലുണ്ടായിരുന്ന നേതാവാണ്. ആ നിലയ്ക്ക് ഫർസീൻ മജീദ് എന്ന യുവ നേതാവ് മത്സരത്തിനെത്തുമ്പോൾ കൂടുതൽ നേട്ടമുണ്ടാക്കാമെന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ ഈ 3 പേരുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴേതായാലും ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ വരും. ഇവരിൽ ഒരാൾ സ്ഥാനാർത്ഥിയായി എത്തും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ LDFന്റെ ഏറ്റവും ശക്തമായ ഒരു മണ്ഡലമാണ്. അവിടെ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിക്കുള്ള സാധ്യതകളൊന്നുമില്ല. പക്ഷെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുക എന്ന രീതിയിലേക്ക് ചെങ്കോട്ടയിലേക്ക് ഇനി കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്ത് വരുമ്പോൾ അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് കാത്തിരുന്നറിയേണ്ടത്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.